ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ സജീവമായി രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തും നിലപാടുകൾ എടുക്കുന്ന ഒരു മുന്നണി സംവിധാനമാണ്. ഈ മുന്നണിയിലെ വിവിധ പാർട്ടിയുടെ പ്രതിനിധികൾ ഈ മുന്നണിയിലുണ്ട്. അപ്പോൾ ഈ മുന്നണിയെ യോജിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതിന് സഹായകരമായ രാഷ്ട്രീയ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത്. ആ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗത്താണ് യോജിപ്പ്. അത്തരം ഉത്തരവാദിത്വം പരമാവധി നിറവേറ്റി പോകുന്ന സമീപനം തന്നെയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി പാർട്ടിയെ സംബന്ധിച്ച് ഒരുപാട് വലിയ കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മുന്നിലേക്ക് വരുന്നു. നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയം പാർട്ടിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മുൻപോട്ടുള്ള നമ്മൾ ജനങ്ങൾക്കൊപ്പം തന്നെയാണ് നല്ല നിലപാടുകൾ സ്വീകരിച്ചാണ് LDF സർക്കാർ ഇപ്പോഴും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ളൊരു ഭാവി തീരുമാനം എങ്ങനെയായിരിക്കും? ജനങ്ങൾക്കിടയിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിച്ചെന്നുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ നമ്മൾ എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടി വരിക? ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ ഫലമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. 2016 തെരഞ്ഞെടുപ്പിൽ 91 മണ്ഡലങ്ങളിലാണ് LDF ജയിച്ചത് കേരളത്തിൽ. 2021 തെരഞ്ഞെടുപ്പിൽ അത് 99 വർദ്ധിച്ചു. അതേ സന്ദർഭത്തിൽ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDFന് ഒരു സീറ്റേ ലഭിച്ചുള്ളൂ. ഇപ്പോൾ 2024 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും LDFന് ഒരു സീറ്റേ ലഭിച്ചുള്ളൂ. അത് രാഷ്ട്രീയ രംഗത്ത് വന്നിട്ടുള്ള ചില നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ വന്നുചേർന്ന പ്രശ്നങ്ങളാണ്. അതല്ലാതെ ജനങ്ങൾ ഗവൺമെൻറ്റിനെതിരായി മാറിയിട്ടോ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി മാറിയിട്ടോ വന്നുചേർന്ന പ്രശ്നങ്ങളല്ല. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിപാടികൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്നതിനുള്ള നിരവധി പദ്ധതികൾ ഭരണതലത്തിൽ പ്രാവർത്തികമാക്കി വരികയാണ്. അതിൻ്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണ് റൂൾ 300 പ്രകാരം കേരള നിയമസഭയിൽ സംസ്ഥാന മുഖ്യമന്ത്രി ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. അത് സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ പരിഹരിക്കപ്പെടേണ്ടുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിനുള്ള ഗവൺമെൻറ്റിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 2024-25 2025-26 ഈ വർഷങ്ങളാകുമ്പോൾ ജനങ്ങൾക്ക് ഈ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകത്തക്ക നിലയിലുള്ള നിലപാടാണ് ഈ റൂൾ 300 പ്രകാരം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം അതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രവർത്തന ശൈലി. അതാണ് കേരളത്തിലെ 957 ശേഷമുള്ള എല്ലാ അനുഭവങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ജനക്ഷേമ നടപടികളിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലുള്ളതാണത്. അവർക്ക് സാധാരണ കുടുംബങ്ങൾക്ക് വീട് ലഭിക്കൽ, കിടപ്പാടമല്ലാത്തവർക്ക് ഭൂമി, ക്ഷേമ നടപടികൾ, പെൻഷൻ, ഇങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്താണ് ശക്തിപ്പെട്ടത്. അത് തന്നെ കൂടുതൽ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധമുണ്ട്. ആ സാമ്പത്തിക പ്രതിരോധത്തെ എങ്ങനെ നേരിടാം, ഈ കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോഴും നടപ്പിലാക്കുമ്പോഴും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക എന്ന സമീപനം തന്നെയാണ്. അതിനാണ് ഗവൺമെൻറ് ഊന്നൽ കൊടുക്കുന്നത്. മുഖ്യ പരിഗണന എന്ന് പറയുന്നത് സാധാരണ കുടുംബങ്ങളുടെ പ്രശ്നമാണ്. വീടില്ലാത്തവർക്ക് വീട് കിട്ടണം, കിടപ്പാടമില്ലാത്തവർക്ക് കിടപ്പാടം കിട്ടണം, പെൻഷൻ ഇല്ലാത്തവർക്ക് പെൻഷൻ കിട്ടണം, ക്ഷേമ നടപടികൾ സ്വീകരിക്കണം. ഇത് തന്നെയാണ് മുൻഗണന. അത്തരം മുൻഗണന കൊടുക്കുന്നപ്പോൾ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ ഗവൺമെൻറ് മാതൃകാപരമായി ചെയ്തില്ലേ? നാഷണൽ ഹൈവേ, ഗെയിൽ പൈപ്പ് ലൈൻ, തീരദേശപാത, മലയോര ഹൈവേ, ഇങ്ങനെയുള്ള പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കുകയാണ്. സാധാരണ ജനങ്ങൾക്കുള്ള ജനക്ഷേമ നടപടികൾ മാത്രമല്ല, ഈ പൊതുവികസന കാര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മാതൃകാപരമായി പ്രവർത്തിക്കുകയാണ്. അതാണ് ഈ നാടിനുപരിയുള്ള അനുഭവം. ആ ഒരു കാഴ്ചപ്പാട് വെച്ച് തന്നെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകും. ജനങ്ങൾ വലിയ തോതിൽ ഈ ഗവൺമെൻറ്റിന് പിന്തുണ നൽകും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
ഞാൻ പാർട്ടി ഓരോ ഘട്ടത്തിലെടുത്ത തീരുമാനം നല്ല സ്പിരിറ്റോട് കൂടിയാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. ഞാൻ ജനിച്ചു വളർന്ന പ്രദേശത്ത് വളരെ കുറച്ചേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അല്ലാത്ത പ്രദേശങ്ങളിൽ പോയിട്ട് വർക്ക് ചെയ്യാനാണ് ഓരോ ഘട്ടത്തിൽ ഞാൻ ഭംഗിയായി നിർവഹിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഒരു ബോധ്യം. അങ്ങനെ പാർട്ടി തീരുമാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കി പാർട്ടിയുടെ വളർച്ചയ്ക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് തന്നെ ആയിരിക്കണം പാർട്ടി എന്നെ ജില്ലാ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്തതും പിന്നീട് ജില്ലാ സെക്രട്ടറി 3 ടേം എന്നുള്ള നിലപാട് വന്നപ്പോൾ ഞാൻ ഒഴിയേണ്ടി വന്നു. ആ സമ്മേളനത്തിൽ തന്നെ എന്നെ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തു. പിന്നീട് ഇലക്ഷനിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. ഇലക്ഷനിൽ മത്സരിച്ച് മന്ത്രിയായി, ഇപ്പോഴും MLA ആണ്. ഇതെല്ലാം പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റുന്നു എന്നുള്ളതിൻ്റെ അംഗീകാരം തന്നെയാണ് പാർട്ടി എനിക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് പാർട്ടി തീരുമാനം എന്തായിരുന്നാലും അത് സത്യസന്ധമായി ആത്മാർത്ഥമായി നടപ്പിലാക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ എന്നുള്ള സ്ഥാനമേൽക്കുമ്പോൾ ഞാൻ ഈ മുന്നണിയിലെ എല്ലാ പാർട്ടി നേതൃത്വവുമായിട്ടും ഞാൻ കൂടിയാലോചിക്കും. അവരുടെ എല്ലാം സഹായം തേടും. CPIMൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ മാർഗനിർദ്ദേശവും പിന്തുണയും സ്വീകരിച്ചുകൊണ്ട് ഈ ഉത്തരവാദിത്തം നിറവേറ്റാനാണ് ഞാൻ ശ്രമിക്കുക.